ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു മീൻ കറി വെച്ചാൽ എന്ന് ഈ മീൻ കറിയുടെ റെസിപ്പിയേ ഉള്ളൂ എന്ന് ചോദിക്കല്ലേ. ഇത് തലക്കറിയുടെ റെസിപ്പിയാണ്, അതായത് മീൻ തലക്കറിയുടെ റെസിപ്പി. ഇത് നമ്മൾ 1/2 കിലോ അളവിലുള്ള മീൻ തലയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അവർ നല്ല വെട്ടി വൃത്തിയാക്കി നല്ലതായിട്ട് തരും കേട്ടോ. നമ്മൾ വെട്ടി ഈ ഷേപ്പിലൊന്നും കിട്ടത്തില്ല. അങ്ങനെ 1/2 കിലോ തല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി വട്ടത്തിലരിയണം. വട്ടത്തില നീളത്തിന് നമ്മുടെ ഇഷ്ടം പോലെ അരിയുക. പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ള് പൊളിച്ചെടുത്തതും, പിന്നെ ചുമന്നുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു മൺചട്ടി എടുക്കണം കേട്ടോ. ഞാൻ എപ്പോഴും കറി വെക്കുമ്പോൾ പറയും മൺചട്ടിയിൽ മീൻ കറി വെച്ചാലേ ആ എണ്ണ തെളിഞ്ഞും വരും, നല്ല ടേസ്റ്റും വരത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ മൺചട്ടി അല്ലാതെ വെച്ചാലും മതി കേട്ടോ. അങ്ങനെ മൺചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഇങ്ങനെ തലക്കറിയൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴും എല്ലാം ഉള്ളു. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്ത് കടുക് ഉലുവായും കൂടെ പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കണേ. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇത് വാടി വരുമ്പോഴത്തേന് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുമ്പോൾ ഇതിൻ്റെ കളറങ്ങ് ചേഞ്ച് ആവും. എന്നിട്ട് നമ്മൾ പൊടിവർഗ്ഗങ്ങളാണ് ഇടുന്നത്. അപ്പോൾ പൊടിവർഗ്ഗങ്ങൾ ഞാനാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയല്ല എടുത്തേക്കുന്നത്, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടി കാശ്മീരി ഉപയോഗിക്കുന്നവർക്ക് കളറിന് 2 സ്പൂൺ മതിയാവും, ഭയങ്കര കളറായിരിക്കും അല്ലെങ്കിൽ. എന്നിട്ട് പിന്നെ നമ്മൾ പച്ചമുളക് കൂടുതലിട്ടാലും മതി, അപ്പോൾ എരിയും കിട്ടിക്കോളുമല്ലോ. പക്ഷെ ഞാൻ എടുക്കുന്ന മുളക് പൊടിക്ക് നല്ല എരിയുണ്ട് കേട്ടോ, കളറ് വലിയ കുഴപ്പമില്ല അങ്ങനത്തെ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് മൂപ്പിക്കണം. ആദ്യം നമ്മൾ മല്ലിപ്പൊടിയായി ഇടാവേ, അല്ലെങ്കിൽ മുളക് പൊടി ആദ്യം ഇതിനകത്തോട്ട് ഇടുമ്പോൾ ചൂട് കാരണം പെട്ടെന്ന് കരിഞ്ഞ് ഇതിൻ്റെ കളറ് തന്നെ മാറിപ്പോകാനുള്ള ചാൻസും അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ആദ്യം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മല്ലിപ്പൊടി ഇടണം, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. അത് കഴിഞ്ഞിട്ട് 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വെള്ളവും അതിന് മുമ്പ് തന്നെ കയ്യിലെടുത്ത് വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എപ്പോഴാണെന്നറിയാമോ വെള്ളം ഒഴിച്ചു കൊടുക്കണം? നമ്മുടെ ഈ സ്പൂണിനകത്ത് നിന്ന് എണ്ണ വിട്ട് വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ പാകം. അപ്പോഴത്തേന് ഈ മുളക് പൊടിയുടെയൊക്കെ പച്ച മണം അങ്ങ് മാറി നന്നായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് അതിനെ ലൂസാക്കി എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുന്നത്. നമ്മൾ പിന്നെ വേണമെങ്കിൽ മീൻ തല പറക്കി ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തലേന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങി കറിക്ക് ചാറ് അങ്ങ് കൂടിപ്പോവും. പിന്നെ അത് ഒത്തിരി ചാറും അങ്ങ് കൂടും, കൊഴുപ്പും കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമേ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മീൻ പറക്കി ഇട്ട് കഴിഞ്ഞിട്ട് തിള വരുമ്പോൾ വെള്ളം നോക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി. ഇപ്പം ഞാൻ കറക്റ്റിനുള്ള വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തീ സാധാ ലെവലിലേക്ക് കൂട്ടി വെച്ചിട്ട് നമ്മൾ എന്തിടണം, 2 കഷ്ണം കുടമ്പുളി ഞാൻ നേരത്തെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുടമ്പുളി ഇടുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഇടരുത് കേട്ടോ, അതിനൊരു ഒരു കവർപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ ഇട്ടിട്ട് അത് കഴുകി കളഞ്ഞിട്ടിടുമ്പോൾ ആ കവർപ്പ് ചുവ വരുത്തില്ല. പിന്നെ നമ്മൾ 2 പച്ചമുളകും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറി അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തിള വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ മീൻ തല കഷ്ണം എല്ലാം കൂടെ പറക്കിയിടണം. നമ്മളിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള വെള്ളമേ ഇട്ടിട്ടുള്ളൂ. ഈ മീൻ തലയ്ക്ക് മീനിനെക്കാട്ടിലും വെള്ളം കാണും കേട്ടോ, ഇറങ്ങി വരും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം അങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കണ്ട് ഇത് നികക്കെ നിൽക്കുന്ന വെള്ളമേ ഒഴിക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുറവായിരുന്നു, അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ 2 തിളയും തിളച്ചിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റോ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വരും, നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ മീൻ തലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും നല്ലത് കപ്പയുടെ കൂടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ബെസ്റ്റ് കോംബോ. അപ്പോൾ മീൻ തലക്കറി ഇഷ്ടമുള്ളവരെല്ലാം കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.